ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വേസ്റ്റ് സംഭവങ്ങളോ വെച്ച് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഒരു മെഷീൻ്റെ കവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുന്ന കവറാണ് ഞാൻ പറയണത്. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ. പെട്ടെന്ന് നോക്കാം. ഇത് ഞാനൊരു യൂസ് ചെയ്യാത്ത ഒരു കർട്ടനും പിന്നെ നമ്മളെ ചാക്കാണല്ലോ, അരിച്ചാക്ക്, അതും കൂടി ഇട്ടിട്ടുണ്ടാക്കിയതാണ്. അരിച്ചാക്ക് ഇട്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തുണി മാത്രം ഇട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൊടി കയറും. അതുകൊണ്ടാണ് അകത്തൊരു തുണിച്ചാക്കൊക്കെ ഇട്ടിട്ട് നോക്കിക്കോളും. ഇതല്ലാണ്ട് സൈഡിൽ പൈപ്പിംഗ് വരുന്നത് അറിയാം. അത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെയൊക്കെ പൈപ്പിംഗ് വെച്ചിട്ട് ഇതുണ്ടോ, അകത്താരാണ് ഇരിക്കുന്നത് ഇത് കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇടാനും ഊരാനും പറ്റുന്ന ഇതുണ്ടോ, ഇത്ര മൂവ് ആവുന്നുണ്ട്. നമ്മൾ രണ്ട് മെഷീനിൽ ഇത് കയറുന്നതാണ്. സാധാ മെഷീൻ ആണെങ്കിൽ ഈ കയറും ഈ അളവിൽ തന്നെ, ഈ മെഷീൻ ആണെങ്കിൽ ഈ അളവിൽ കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കൈപ്പിടിയൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, അടിപൊളിയായിട്ട് കൈപ്പിടിയൊക്കെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഉണ്ടോ. ഇതിന് സൈഡിൽ പൈപ്പിംഗ് ഉള്ളതും ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇത് ഇത്തിരി ഈസി ആയിട്ടാവും. പൈപ്പിംഗ് ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. കണ്ടോളൂ ഇതിൻ്റെ ഭംഗി. ഇത് ടോപ്പിൽ ഇങ്ങനെ വേറെ പീസാണ് ഇത് ഇരിക്കുന്നത്. അത് ഞാൻ വേറെ പീസ് വെക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ ഇനി വേറെ ഇല്ല കട്ടിയുള്ള തുണി, അതുകൊണ്ടാണ് ഞാൻ സെയിം വെച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ നമ്മൾ വേറെ പീസാണ് വെച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള കവറാണ്. താഴെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഒക്കെ എങ്ങനെയാണ് പെട്ടെന്നാവും കേട്ടോ. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യണം. നമ്മൾ തയ്യൽ മെഷീൻ ഇല്ലാത്ത വീടൊന്നുമില്ല, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം. അപ്പോൾ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇതൊരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു ഇന്നലെ, അപ്പോൾ എനിക്കും കൂടെ തയ്ക്കാനുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് തയ്ച്ചത്. അപ്പോൾ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് തുണീനെയും പേപ്പറിനെയും. അപ്പം ഞാൻ പറഞ്ഞുതരാം എത്ര പീസാണ് നമുക്ക് വേണ്ടത്, എത്രയാണ് ഇതിൻ്റെ അളവ്. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ടാകുമ്പോൾ നമുക്ക് തയ്യൽ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 പീസാണ്. ഇത് ഞാൻ നമ്മളെ ഈ വലിയ ഈ മെഷീൻ, സാധാരണ ടേബിൾ ടോപ്പ് മെഷീനും ഏത് മെഷീനും ഇതിടാം നിങ്ങൾ ഈ അളവിൽ തയ്ച്ചാൽ. അപ്പോൾ എൻ്റെ മെഷീൻ്റെ അളവ് എടുത്തിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ട് 17 ആണ്. 17 ഇതിൻ്റെ വിഡ്ത്താണ്. ഇതിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് പീസാണ്. ഇത് 2 പീസ് വീതിക്കുള്ള 2 പീസ് ഫ്രണ്ടും ബാക്കിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് പീസിൽ ഇത് വന്നിരിക്കുന്നത് 17 ഇഞ്ച് വിഡ്ത്തും ഫ്രണ്ട് പീസിൽ. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12.5 ഇഞ്ച് ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ട്. അതുപോലെ ബാക്ക് പീസ് എടുത്താൽ സെയിം, ബാക്കും ഫ്രണ്ടും പീസ് സെയിം അളവിനാണ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിൽ ഇത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചുരിദാറിനൊക്കെ നമുക്ക് ഇതുപോലെ കഷ്ണം മിച്ചം കിട്ടുമല്ലോ, അതൊക്കെ എടുത്താലും ധാരാളം. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് പ്ലാസ്റ്റിക് വെച്ച് തയ്ക്കാം. ഞാൻ ചാക്കെടുത്തോണ്ടെന്ന് വെച്ചാൽ ഈ തുണി മാത്രം വെച്ച് നമ്മൾ കവർ ഉണ്ടാക്കിയാലും തുണീൻ്റെ അകത്തുനിന്ന് പൊടി അകത്ത് പോകും. നിങ്ങൾ പല പ്രാവശ്യം നോക്കിക്കോ, നമ്മൾ തുണി ഇങ്ങനെ ഇട്ട് മെഷീൻ പൊത്തി വെച്ചാലും അതിൻ്റെ അകത്ത് എത്ര തുണി ഇട്ട് പൊത്തി വെച്ചാലും അതിൻ്റെ അകത്ത് മണ്ണ് വീണിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതെടുത്തത്. അതുപോലെ വേറെ ഒരു പീസ് ടോപ്പിൽ ഇങ്ങനെ വരുന്ന പീസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീതി ഇങ്ങനെ വന്നിട്ട് 6.5 ഇഞ്ച് ഉണ്ട്. അതിൻ്റെ നീളം 17 ഇഞ്ച് ഉണ്ട്. ഇത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തോണം. 5 പീസ് കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തയ്ക്കാൻ. ആദ്യം എടുത്ത 2 പീസിൻ്റെ വീതിയും നീളവും ഞാൻ പറഞ്ഞു. ഇത് രണ്ടാമത്തെ പീസ്, അതിൻ്റെ മൂന്നാമത്തെ പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 17 ഇഞ്ച് 17. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ച്. പിന്നെ 2 പീസ് സൈഡിൽ വരുന്ന 2 പീസാണ്. ഇത് ഒരേ അളവിന് 2 പീസ് എടുത്തിരിക്കുകയാണ്. സൈഡ് പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12.5 ഇഞ്ച്. 12.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. ഇതിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. മെഷീനിൽ വരാം. പീസാണ് എടുത്തിരിക്കുന്നത്. മുകളിലത്തെ പീസ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ സൈഡ് പീസ് അറ്റാച്ച് ചെയ്യും. ഇഞ്ചസ് 12.5 ഇഞ്ചാണ് ലെങ്ത്ത്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ 12.5 ഇഞ്ച്. അപ്പോൾ ഈ 12.5 ഇഞ്ച് നമ്മൾ വീതി എഴുതിയിട്ടുണ്ട് ഇവിടെ. ആ വീതിയുള്ള സ്ഥലത്ത് തന്നെ ഈ സൈഡ് പീസിന് 12.5 ഉള്ളത് അതിനെ അറ്റാച്ച് ചെയ്യാം. ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം. നോക്കിക്കോളൂ, ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട്സ്. നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു സൈഡ് പീസ് എടുത്തു. 2 പീസ് മുറിച്ചില്ലേ നമ്മൾ, അതിൽ നിന്ന് ഒരു പീസ് സൈഡ് പീസ് എടുത്തു. അതിനെ ഇങ്ങനെ ഫുൾ ഇവിടം വരെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാം. നമുക്ക് വലിയ പീസിൽ ഫ്രണ്ട് പീസ് നമ്മൾ കാണിച്ചില്ല, അതിനിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാം. എടുത്തിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആണ് സീം വിട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് സീം കരുതിയിട്ട് അതിനെ ഫുള്ള് നമ്മൾ തയ്ച്ചെടുക്കാൻ ഇങ്ങനെ ഞാൻ ഫേസ് ടു ഫേസ് ആണ് ഒരു പീസ് രണ്ടും വെച്ചിരിക്കുന്നത്.
ഇത് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു പീസ് വലിയ പീസ് എടുത്തിട്ട് അടുത്തൊരു സൈഡ് പീസ് എടുത്തു. പിന്നെ ആ ബാക്ക് പീസും കൂടെ എടുത്തിട്ട് ഇവിടെ എൻ്റെ നെക്സ്റ്റിൽ ജോയിൻ ചെയ്യാൻ പോകണം. ഇത് തയ്ച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടെന്ന്. അപ്പോൾ മനസ്സിലായിക്കോളൂ. എന്നിട്ടാകുമ്പോൾ അടുത്ത സൈഡ് പീസും കൂടെ വെച്ചിട്ട് അവിടെ അറ്റാച്ച് ചെയ്യാൻ പോകണം. ഇത് നമ്മൾ 2 പീസ് വലുതുണ്ടായിരുന്നുള്ളൂ, ബാക്കും ഫ്രണ്ടും. അതും പിന്നെ 2 സൈഡ് പീസ് ഉണ്ടായിരുന്നു, അതും ഒരേ ലൈനിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, 2 സൈഡ് പീസും ഇത് ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, ഇത് സൈഡ് പീസ്, ഇത് പിന്നെയും. അപ്പോൾ ഇത് നമ്മൾ ലൈനിൽ ഒന്നിനൊന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 1/2 ഇഞ്ചിൻ്റെ ഇത് വിട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. തയ്ച്ചതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് മുറിക്കണം. 1.5 ഇഞ്ച്. എന്നിട്ട് അതിന് 1/2 ഇഞ്ച് അകത്തോട്ട് മടക്കി തയ്ക്കാം, 1/2 ഇഞ്ച് അവിടെ വെച്ച് തയ്ക്കാം. എന്നിട്ടാകുമ്പോൾ ഈ റോ എഡ്ജസ് കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പ് മുറിച്ചത്. അപ്പോൾ നിങ്ങളിത് എത്ര നീളമുണ്ട് അത്ര നീളത്തിൽ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ അകത്തേത്തെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് നല്ല ഭാഗം ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം ഫുള്ള്. എന്നിട്ടാകുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഫുള്ള് ഈ സൈഡിൽ വെച്ച് സ്ട്രിപ്പ് തയ്ച്ചു. എന്നിട്ട് അതിനെ ഈ പുറത്തോട്ട് എടുത്തിട്ട് മടക്കി നോക്കിക്കോളൂ. ഇങ്ങനെ തയ്ച്ചിരിക്കുകയാണ് ഫുള്ള് നമ്മൾ. അപ്പോൾ നമ്മളൊരു ബോർഡർ പോലെ, പൈപ്പിംഗ് പോലെ, സാധാരണ ഇങ്ങനത്തെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ പൈപ്പിംഗ് പോലെ. ഇനി നമ്മളൊരു ഈ പീസ് മിച്ചമുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇതല്ലാണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് വെക്കുന്ന വേറെ ഒരു മെത്തേഡുണ്ട്, ഇതേപോലത്തെ എല്ലാ സൈഡിലും ഇങ്ങനെ പൈപ്പിംഗ് വരുന്നത്. അത് വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ അത് ഇത്രയും കൂടെ ഡിഫിക്കൽട്ട് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഫസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചത്. ഇനി ഇതിനെ തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തയ്ക്കാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലെയിൻ ഭാഗം, ലെങ്ത്തിൽ വരുന്ന ഭാഗം കറക്റ്റ് ഈ ലെങ്ത്തിൽ വരുന്ന ഭാഗത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്നത് ഈ സൈഡിൽ വിട്ടോണം. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ. ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചിട്ടാകുമ്പോൾ ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പോവും. കണ്ടോ, അപ്പോൾ ഇവിടെ കോർണറായി. പിന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവും. ഇങ്ങനെ നമ്മൾ ഈ ടോപ്പിലത്തെ സ്റ്റിച്ച് ഫിനിഷ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ ഇത്ര കഷ്ണം മിച്ചമുണ്ട്. ആ കഷ്ണം നമ്മൾ വരുന്നത് ഇവിടെ ആയിരിക്കും. ആ കഷ്ണം നമ്മൾ ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ ഇവിടെ ഫിനിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ 2 സൈഡിലും നമ്മൾ ഇത്ര മിച്ചം ഉണ്ടാവും. ഈ സൈഡിലും ഈ വലിയ പീസില്ലേ, ഈ പീസിൻ്റെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ സ്ട്രേറ്റ് തയ്ച്ചു, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇത് സ്ട്രേറ്റ് തയ്ച്ച് 1 by 1 ആയിട്ട് പീസ് അറ്റാച്ച് ചെയ്തു, താഴെ പൈപ്പിംഗ് ആക്കി. ഇനി ഈ പീസ് ലെങ്ത് ഉള്ള ടോപ്പ് പീസ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ 17 x 6.5, അതിനെ ഇവിടെ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇവിടെ ഈ സൈഡിൽ 1/2 ഇഞ്ച് വിട്ടിട്ടാകുമ്പോൾ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനെ ഈ കോർണർ വരെ തയ്ക്കാം. കണ്ടോ, ഇങ്ങനെ തയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പീസിനെ പിടിച്ച് ഇങ്ങനെ തയ്ക്കണം. ഇവിടെ ഈ കോർണർ എത്തി. നമ്മൾ കണ്ടോ സെക്കൻഡ് ജോയിൻറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്, സെക്കൻഡ് ജോയിൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ പീസിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തയ്ച്ച് വരാം. കണ്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്രണ്ട് പീസ്, ബാക്ക് പീസും ഫ്രണ്ട് പീസും കവറായി. ഇനി ഒരു സൈഡ് പീസ് മിച്ചമുണ്ട്. അപ്പോൾ ഈ പീസിനെ പിടിച്ച് ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ ഇത് നമ്മൾ ഫിനിഷ് ആവും. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് 1/2 ഇഞ്ച് വലിയ പാട്ടുണ്ടായിരുന്നില്ലേ 2 അതിൽ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ബാക്കി വരും. അപ്പോൾ ആ 2 1/2 ഇഞ്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടാൽ നമ്മൾ ഫിനിഷിങ് ഇവിടെ തീർന്നു. അപ്പോൾ തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കാൻ നമുക്ക് ഒരു ഇതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെയിം അതൊക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെറും ക്ലോത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു 4-4.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കാം. ഒരു 15 ഇഞ്ച് നീളം കൂടെ ഉള്ള ഒരു ക്ലോത്ത് എടുക്കാം. കാരണം നമ്മൾ ബാഗിലൊക്കെ ഇങ്ങനെ പിടിക്കാനുണ്ടാവില്ലേ സ്ട്രിപ്പ്, ആ സ്ട്രാപ്പ് പോലത്തെ സാധനം നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാഗിൻ്റെ സ്ട്രാപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിനെ ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തു. ഇത് 6.5 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വന്നിട്ട് 3.4. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ 3.4. നമുക്കിവിടെ വേണം ആ ബെൽറ്റിനെ പിടിപ്പിക്കാൻ. അപ്പോൾ ഒരു 2.5 ഇഞ്ച് ഇപ്പുറം 2.5 ഇഞ്ച് ഇപ്പുറം. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ നമ്മളതിനെ ഇങ്ങനെ പിടിക്കുന്ന പോലെ രീതിക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും കൂടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങളിഷ്ടം, ഇതൊക്കെ ഭംഗി വരുത്താമെന്നുള്ള പരിപാടി മാത്രം. എന്നിട്ട് ഈ 1.5 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് തൊട്ടതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ പൊന്തി എത്ര വരണം നോക്കാം നമുക്ക്.
ഒരു 1.5 ഇഞ്ച്. അത് ഈ സ്ട്രിപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടാകുമ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ അകത്തോട്ട് പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ഇടാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മളെ ഇതെത്ര ഉണ്ടായിരുന്നു, നമ്മളെ ബെൽറ്റ് വന്നത് 5 ഇഞ്ച്. അപ്പോൾ ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്തു ഇങ്ങനെ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ടു ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ 5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. 5 ഇഞ്ച്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട്. കൺഫ്യൂസൺ ആവുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. ഇവിടെ തന്നെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ എക്സ്ട്രാ എടുത്ത 1.5 ഇഞ്ച്. അതിന്മേൽ ഇത് വെച്ചു. എന്നിട്ടാകുമ്പോൾ ഇതിങ്ങനെ നിൽക്കുമല്ലോ പിടിക്കുന്ന സാധനം. അതിൻ്റെ ഭംഗി വരുത്താൻ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്തത് ഇവിടം വരെ നമ്മൾ എടുത്തിരിക്കുന്ന 5.5 ഇഞ്ച്. എന്നിട്ട് താഴെ ഇവിടെ ടച്ച് ചെയ്തു അതിനെ. ഇതുണ്ടോ ഇങ്ങനെ നിൽക്കും ഇത് പിടിക്കുന്ന സാധനം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്തത് ഇവിടെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇവിടെയാണ് 5 വരുന്നത്, 1.5 ഇഞ്ച് ഇവിടെ. അപ്പോൾ ഇത്ര തുണി നമുക്ക് മതി. എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. 1.5 ഇഞ്ചിൽ ഡിസ്റ്റൻസ് ലൈന് നമ്മൾ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ കാണിച്ചു തന്നേക്കാം. എന്നിട്ടാകുമ്പോൾ 1.5 ഇഞ്ച് വിട്ടിട്ടാകുമ്പോൾ വേണ്ടി നമ്മളിതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളെ പിടിക്കുന്ന രീതിക്ക് കാണാമോ? കണ്ടോ പിടിക്കുന്ന രീതിക്ക് ഇത് ബോക്സ് പോലെ. അത് ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതാണ് അങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇതുപോലെ കിട്ടും. കണ്ടോ ബോക്സ് പോലെ നിൽക്കുന്നത് കാണാമോ? ഓക്കെ, തയ്ച്ചെടുക്കാം. ഇത്ര മാത്രമാണ് തയ്ക്കുന്നത്. ഇങ്ങനെ ബോക്സ് പോലെ ഇവിടെ തയ്ച്ചെടുക്കാം ഫ്രണ്ട്സ്. ഞാൻ കാണിച്ച പോലെ തന്നെ ഇതിനെ ഒരു ഭാഗത്തുനിന്ന് സൈഡ് ചെയ്തിട്ട് ഫുള്ള് തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് ഓപ്പൺ ഉള്ളത്. ഇത് കണ്ടോളൂ ഫ്രണ്ട്സ്. ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ മിച്ചമുള്ളൂ. ബാക്കിയൊക്കെ കണ്ടോ ഇതുപോലെ പെട്ടി പോലെ നമ്മൾ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. കണ്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇനി ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിരിക്കുകയാണ് ഫുള്ള്. അത് കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഇനി മിച്ചമുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു തയ്ക്കാൻ. അതുപോലെ തന്നെ ഇവിടെ 1/2 ഇഞ്ച്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 1/2 ഇഞ്ചിനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.